ഹലോ, എല്ലാവരും എൻ്റെ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവില്ലേ അല്ലേ? അപ്പോൾ അതെ, ഇന്നിപ്പോൾ രാവിലെ ഡ്രസ്സിങ്ങിന് പോയി വന്നതേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചമ്മന്തി അരയ്ക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ സമയത്ത് എൻ്റെ മിക്സി ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഫിലിപ്സിൻ്റെ മിക്സിയാണ്. ആ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിനകത്ത് ചമ്മന്തി അരയ്ക്കാൻ നേരത്താണ് അത് സാധാരണ അത് ഡ്രൈ അരയ്ക്കാൻ ഇച്ചിരി പാടാ. അതേപോലെ നമ്മുടെ ഈ റോസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് ചൂടാറിയിട്ടേ അതിലിടാൻ പറ്റുള്ളൂ. അപ്പം അതും അതെടുക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇതിനകത്ത് പ്രഷർ ബിൽഡാവും. അപ്പം ഈ ഡോം അങ്ങ് പൊങ്ങിപ്പോവും. നമ്മൾ പിടിച്ചാലും നമ്മുടെ കൈയോടെ പൊങ്ങിപ്പോവും ആ ഡോം. അപ്പം അങ്ങനത്തെ ഒരു രീതിയാണ് അതിന്. മുളക് ചമ്മന്തിയാണ് ഞാൻ അരച്ചോണ്ടിരുന്നത്. അപ്പോൾ സാധാരണ ഞാൻ എന്താ ലോഡും പ്രഷറും ഒക്കെ ഒന്ന് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺ ഓഫ് ആക്കിയാണ് അതിനെ അരച്ചെടുക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഓൺ ഓഫ് ചെയ്യാനായിട്ട് എന്തോ ഞാൻ ആ ചമ്മന്തിയുടെ എക്സൈറ്റ്മെൻറ്റിലാന്ന് തോന്നുന്നു. പക്ഷേ ഓൺ ആക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. അപ്പോൾ ഇതിലെ പ്രഷർ ബിൽഡായിട്ട് അടപ്പ് പതുക്കെ തുറന്നപ്പോഴത്തേനും അതിലുള്ളത് എൻ്റെ മുഖത്തും ദേഹത്തൊക്കെ ചീറ്റി. നേരിട്ട് എനിക്ക് കണ്ണ് കാണാൻ വയ്യ. എൻ്റെ മൈൻഡിൽ ഞാൻ അടപ്പ് തുറന്നു പോകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഞാൻ ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതേപോലെ മണ്ട ഈ അടപ്പ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അടപ്പ് തെറിച്ചു പോയത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എന്ത് പറ്റി, ഞാൻ അടപ്പിൻ്റെ അവിടെ കൈ തൊട്ട് എൻ്റെ കൈ അങ്ങ് അകത്ത് പോയി. അതാണ് സംഭവിച്ചത്. മിക്സിയിൽ കൈ പോയി എന്ന് പറയുമ്പം ഫസ്റ്റ് റിയാക്ഷൻ ആൾക്കാർ ചോദിക്കുന്നത്, നിനക്ക് എന്നാ വട്ടാണോ, അല്ലെങ്കിൽ നിനക്ക് അത്രയ്ക്ക് ബോധമില്ലേ, നിനക്ക് മിക്സിക്കകത്ത് എടുത്തിടാൻ വേറെ ഒന്നും കിട്ടിയില്ലേ? ഇങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് റിയാക്ഷൻ ആൾക്കാരുടെ. പക്ഷേ നമുക്ക് വട്ടൊന്നുമില്ലല്ലോ, വെറുതെ കൊണ്ടുപോയി കൈയാതിരാൻ. സോ അതൊക്കെ ആ ഒരു മൈന്യൂട്ട് ഒരു എന്താ പറയുന്നത് മൂമെൻറ്റിലെ ഒരു ആക്സിഡൻ്റാണ്. ഒരു നമ്മൾ കെയർലെസ്നെസ് ആകാം, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് മുളക് ചമ്മന്തിയൊക്കെ കണ്ണി തെറിച്ചാൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല. നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെരുമാറുന്ന കണക്കാണ്, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഓൺലി തിങ് നമ്മളിപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് കാരണം അവയർനെസ് ആണ്. നിങ്ങൾ നേരത്തെ പ്രതീക്ഷിക്കുക, നിങ്ങളുടെ മിക്സിയുടെ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ മിക്സി വാങ്ങുമ്പോൾ കഴിവതും ലോക്കുള്ള ടൈപ്പ് മിക്സി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പം ഒരു മിക്സിക്ക് ഇപ്പോൾ പലതരം ജാർസ് ഉണ്ടാവും. ഇപ്പം എനിക്കിതിന് 3 ജാറാണ് ഉള്ളത്. പക്ഷേ ചെറുതിന് കുഞ്ഞ് ക്വാണ്ടിറ്റിയിലുള്ള സാധനം അരയ്ക്കാനും അതിൻ്റെ വലുതിന് അങ്ങനെ. പക്ഷെ ചില മിക്സികൾക്ക് പല 5ഉം 6ഉം ജാർസ് ഉണ്ടാവും. നമുക്ക് ഡ്രൈ അരയ്ക്കാൻ ഒരു ജാറ്, വെറ്റ് അരയ്ക്കാൻ ഒരു ജാറ്, അങ്ങനെ ഉണ്ടാവും. അപ്പം അതിനകത്ത് കുറച്ചും കൂടെ സേഫാണ്. കാരണം ഡ്രൈ അരയ്ക്കുമ്പോൾ അത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരയ്ക്കാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൽ ഈ പ്രഷർ ബിൽഡ് ചെയ്ത് പൊങ്ങിപ്പോകൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക. കാരണം എൻ്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. 1-2 ആഴ്ച ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നതിലും നമ്മൾ ഇങ്ങനെയുള്ള ആക്സിഡൻറ്റ്സ് കഴിവതും അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറ്റി. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അവർ ഭയങ്കര കോമൺ അല്ല ഇങ്ങനൊരു ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ സംഭവിച്ചിട്ടുണ്ട്. ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാൾക്കറിയാവുന്ന ഏതോ ഒരാൾക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ അവർ പറയും, നമ്മളിപ്പോൾ ഒരു 5 പേരിൽ ഇപ്പോൾ ഒരു 5 പേരോട് നമ്മൾ പറയണം ഇങ്ങനൊരു സംഭവം സംഭവിച്ചു. അതിൽ 1-2 പേരെങ്കിലും പറയും, എനിക്കറിയാം, എൻ്റെ കസിൻ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിന് ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെയൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇത് സംഭവിക്കുന്നുണ്ട് പലയിടത്തും, പക്ഷേ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമുക്ക് ചെയ്യാം. പിന്നെ ചില കാര്യങ്ങൾ വരും, ചില കാര്യങ്ങൾ സംഭവിക്കും. അതിപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഗോ ത്രൂ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നടക്കുന്നത് ഒരു വൈകുന്നേരമാണ്. എന്നിട്ട് ഞങ്ങൾ ഐസ് വെള്ളത്തിലിടുന്നു, വെള്ളത്തിൻ്റെ അടിയിൽ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമുക്കറിയാവുന്നതൊക്കെ നമ്മൾ ചെയ്യാണ്. ഫസ്റ്റായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല മിക്സി വാങ്ങിക്കുക. ഈ ഒരു മിക്സി എന്തുമായാലും ഞാൻ ഇതോടടുത്ത് കളയുക. കാരണം അത് ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിട്ടാണ് അതിനെ ഒരു 2 വർഷം യൂസ് ചെയ്തത്.
അല്ലെങ്കിൽ ഇതേപോലുള്ള സംഭവങ്ങൾ കുറേ എനിക്ക് 2-3 പ്രാവശ്യം എൻ്റെ ഈ ചമ്മന്തി ഇങ്ങനെ തെറിച്ച് വീണിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ 2 പ്രാവശ്യം ഇതേപോലെ. ഒരു പ്രാവശ്യം തക്കാളി ചമ്മന്തി ആയിരുന്നു, ഓറഞ്ച് കളറിൽ ഇവിടെയൊക്കെ ഡിസൈൻ ഇട്ട പോലെയായിരുന്നു. ഞാൻ ഈ സ്വീഡൻ കിച്ചൺ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ എല്ലാം വൈറ്റ് കബോർഡ്സും പാൻട്രീസൊക്കെ വൈറ്റാണ്. അതിൽ ഓറഞ്ച് കളർ ചമ്മന്തി തെറിച്ചപ്പോൾ ഡിസൈൻ ചെയ്ത് കണക്കായിരുന്നു. പക്ഷേ ഇത് ഒരു വെറൈറ്റിക്ക് വൈറ്റ് ചമ്മന്തി തന്നെയായിരുന്നു വിത്ത് ഗ്രീൻ മുളക് ചമ്മന്തി, പച്ചമുളകിൻ്റെ ചമ്മന്തി ഞാൻ അരച്ചത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 2 പ്രാവശ്യം എന്തോ ചമ്മന്തി തെറിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതുവരെ ഇങ്ങനൊരു അപകടം ഇതുവരെ നമ്മൾ തന്നെ ചമ്മന്തി വീണാൽ നമുക്ക് തുടയ്ക്കാം. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുടങ്ങും, വീട്ടിലെ കാര്യങ്ങൾ മുടങ്ങും, പലതരമായ ഡിപ്പെൻഡൻസീസ് വരും, പലതരമായ ഈ പറയുന്ന കണക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ മുടങ്ങും. അതിനെക്കാട്ടിലും നല്ലത് ചമ്മന്തി അന്നേരം കുറച്ച് നേരം കൊണ്ട് എല്ലാം തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. ചില മിക്സികളുണ്ട് അതിൻ്റെ ലിഡ് ഓപ്പണായി പോകുമ്പോൾ മിക്സി ഓഫ് ആവും. അത് അടിപൊളി ഒരു ഫീച്ചറാണ്. അതെനിക്ക് തോന്നുന്നു പാനസോണിക്കിൻ്റെ മിക്സിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. അത് കുറേ ആക്സിഡൻറ്റ്സ് അത് പ്രിവെൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു ഇതാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും സേഫ്റ്റി ഫീച്ചേഴ്സ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്സി വാങ്ങുമ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സ് ശ്രദ്ധിക്കുക. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ മിക്സി ഞാൻ വാങ്ങിയതല്ല. വാങ്ങിയതാണോ ചോദിച്ചാൽ ആണ് വാങ്ങിയതാണ്. പക്ഷേ കടയിൽ പോയി വാങ്ങിയതല്ല. കാരണം ഞങ്ങൾക്ക് ഇവിടെ അല്ലെങ്കിൽ UK, യൂറോപ്പൊക്കെ നമുക്ക് മിക്സികൾ നമ്മുടെ ഇന്ത്യൻ മേക്കുള്ള മിക്സി കിട്ടാൻ വലിയ പാടാണ്. നമുക്ക് കിട്ടത്തേ ഇല്ല. അപ്പോൾ ഇവരുടെ രീതിയിലുള്ള കുക്കിങ്ങിനുള്ള മിക്സികൾ മാത്രമേ നമുക്കിവിടെ കിട്ടത്തുള്ളൂ. അപ്പം നന്നായിട്ട് അരയത്തില്ല. ഇപ്പം നമുക്ക് ദോശമാവൊക്കെ നന്നായിട്ട് അരഞ്ഞാലേ പറ്റൂ. അങ്ങനത്തെ ഇതൊക്കെ നമുക്കിവിടെ കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ മിക്സി, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മിക്സി കേടായി. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കണ്ട ഒരു മിക്സി, അത് ആ വീട്ടുകാർ പോവുമായിരുന്നു നാട്ടിൽ. അപ്പോൾ അത് കാരണം അവരുടെ സാധനമൊക്കെ അവർ സെല് ചെയ്യുമായിരുന്നു. അങ്ങനെ കിട്ടിയൊരു മിക്സിയാണിത്. അപ്പോൾ പിന്നെ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഒരു മിക്സി വാങ്ങി. പക്ഷെ അത് ഞാൻ വിചാരിച്ചു ഇത് കേടായിട്ട് അത് എടുക്കാം എന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ സംഭവത്തോടുകൂടി എന്തായാലും ഈ മിക്സി നമ്മൾ മാറ്റുക, എന്നിട്ട് അതെടുക്കുക. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ പുതിയതിരിക്കുന്ന വീഗാർഡിൻ്റെ മിക്സിയാണ്. വീഗാർഡിൻ്റെ മിക്സിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ റെക്കമെൻഡ് ചെയ്ത മിക്സിയാണ്. മമ്മിയൊക്കെ ഇപ്പോൾ അച്ഛൻ്റെ അമ്മയൊക്കെ 2 വർഷമായിട്ട് അത് തന്നെ യൂസ് ചെയ്യാണ്. റിയലി ഗുഡ്, നല്ല മിക്സിയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് 5-6 ജാറുണ്ട് അതിന്. അപ്പം അത് ഡ്രൈ അരയ്ക്കാനൊരു ജാറ്, പിന്നെ സാധാരണ യൂസിനൊരു ജാറ് വലുത്, അതിൻ്റെ വലുത്, അങ്ങനെ ഒരു 5-6 ജാർസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല ഇതായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. അങ്ങനെ പൊങ്ങിപ്പോവുകയോ ഒന്നുമില്ല, നമ്മൾ പിടിച്ചാൽ മാത്രം മതി, ഇറ്റ്സ് സ്റ്റിൽ ഫൈൻ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് അതാ. അപ്പോൾ ഇത്രയൊക്കെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പം വന്നേ. ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ ആക്സിഡൻറ്റ്സ് സംഭവിക്കാം എന്നുള്ളത്. കാരണം ഇത് സംഭവിക്കുന്നവരെ നമുക്ക് അങ്ങനെയൊന്നും നമ്മുടെ മൈൻഡിൽ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു ഇത് വരും എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഇട്ടൊരു വീഡിയോ ആണ് ആക്ച്വലി. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു, ഞാൻ ഇത് ഒരു അവയർനെസ് ആയിട്ട് ഇടണോ, വാട്ട് ഡു യു തിങ്ക്? ബിക്കോസ് ഞാൻ കഴിവതും നിങ്ങളോടെല്ലാം ഞാൻ ഷെയർ ചെയ്യും. വെക്കുന്ന റെസിപ്പീസ് ആയാലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയാലും എല്ലാം ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യും. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചത് ആർക്കും ഇങ്ങനെ അറിയുന്നുണ്ടാവില്ല, എന്താ ചെയ്യേണ്ടിയെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാമെന്നോ ഒന്നും അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓർത്ത് ഈ സംഭവം എല്ലാം വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്തായാലും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുമായിരുന്നു നമ്മുടെ മട്ടൻ ബിരിയാണിയുടെയും ഈ ചമ്മന്തിയുടെ. അപ്പോൾ ആ വീഡിയോയും ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാം ചമ്മന്തി ഞാൻ കൂട്ട് മാത്രമേ കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ളൂ. ചമ്മന്തി എങ്ങനെ ആയി വന്നു എന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. സോ പക്ഷേ അറ്റ്ലീസ്റ്റ് ആ കൂട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാമല്ലോ, അതുവരെയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അത് വരുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. കാരണം ആ ചമ്മന്തിയുടെ റെസിപ്പി ഹസ്ബൻഡിൻ്റെ അമ്മ എനിക്ക് തന്നതാണ്. സോ റെസിപ്പി സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് അത് ശ്രദ്ധിക്കുക. കുക്കിംഗ് മിക്സിയൊക്കെ ഇപ്പം ഞാൻ ദൈവമേ കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ മിക്സി കാണുമ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ചിന്തയാണ് വരുന്നത്. കുറച്ച് ടൈം എടുക്കും ആ ഒരു സ്റ്റേജ് ഒന്ന് ക്രോസ് ചെയ്യാനായിട്ട്. പക്ഷേ
ശ്രദ്ധിച്ച് ചെയ്യാം. നമുക്കൊന്നിനെയും പേടിച്ച് മാറിയിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഫിയറിനെ മറികടന്ന് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാം. അത്രേ നമുക്ക് പറ്റും. ഇപ്പം നമ്മൾ കുക്കിങ്ങിലിരിക്കുമ്പോൾ മിക്സി ഒന്നും നമുക്ക് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പല റെസിപ്പീസിന് നമുക്ക് മിക്സി വേണം. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്. ബൈ ബൈ. സോ ഇപ്പം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വീഗാർഡിൻ്റെ ഇൻസിഗ്നിയ DX എന്ന് പറയുന്നൊരു മോഡലാണ്. സോ ഇതിൽ നമുക്ക് 3 ജാർസാണുള്ളത്. ഡ്രൈ ബ്ലേഡ്, വെറ്റ് ബ്ലേഡ് ആൻഡ് ചട്നി ബ്ലേഡ്, പിന്നെ ജ്യൂസറും. ഈ ഒരു മോഡലിനെ കുറിച്ച് അത്യാവശ്യം നല്ല റിവ്യൂ ആ കേൾക്കുന്നത് കേട്ടോ. സേഫ്റ്റി വൈസ് ആയാലും പെർഫോമൻസ് വൈസ് ആയാലും എല്ലാം. ഇനി ഈ ജാറിലാണ് ഞാൻ സാധാരണ ബാറ്ററും അരയ്ക്കുന്നത്. അപ്പോൾ അതാണ് ഡ്രൈ ബ്ലേഡ്. പിന്നെ ജ്യൂസർ, പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നതാണ് വെറ്റ് ബ്ലേഡ്. പിന്നെ ഈ കുഞ്ഞ് ജാറാണ് നമ്മുടെ ചട്നി ബ്ലേഡ്. ഇതിൽ നമ്മുടെ മസാലയൊക്കെ ഗ്രൗണ്ട് ചെയ്യാനൊക്കെ സൂപ്പറാണ്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു കണ്ടെയ്നറും കൂടെയുണ്ട്. പിന്നെ നമുക്ക് ഇട്ടിളക്കാനൊരു സ്പാറ്റുല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മിക്സിയുടെ പാക്കേജ് അൺബോക്സ് ചെയ്തപ്പോൾ കിട്ടിയത്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. സ്വീഡൻ മല്ലു സൈനിങ് ഓഫ്.